അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാമിലെ 15ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തുൽ ഖാമിസത്ത് അഷർ, 15ാമത്തെ പാഠം, ഖൈറു ഉമ്മത്ത്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. ലോകത്തെ പ്രബല മതമാണ് ഇസ്ലാം. എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ അധിവസിക്കുന്നു. ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ എന്നിങ്ങനെ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളെ 3ആയി തിരിക്കാം. മുസ്ലിം ഭൂരിപക്ഷമുള്ള 50ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഇതിൽ 30ഓളം രാജ്യങ്ങളിൽ 90% മുസ്ലിങ്ങളാണ്. 20ഓളം രാജ്യങ്ങളിൽ 50 മുതൽ 80% വരെ മുസ്ലിങ്ങളുണ്ട്. ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നിവ ആദ്യ വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. സൗദി അറേബ്യ, ഒമാൻ, യമൻ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സിറിയ, ഫലസ്തീൻ, ഇറാഖ്, ജോർഡാൻ, ലബനാൻ എന്നീ ഏഷ്യൻ രാജ്യങ്ങളും ഈജിപ്ത്, ലിബിയ, കോമറോസ്, അൾജീരിയ, ജിബൂട്ടി, മൗരിത്താനിയ, മൊറോക്കോ, സോമാലിയ, സുഡാൻ, ടുണീഷ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളുമാണവ. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ ജനസംഖ്യ കൊണ്ട് 1ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 20%ഓളം മുസ്ലിങ്ങളാണ്. മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 1ാമത്തെ രാജ്യം ഇന്തോനേഷ്യയും 2ാമത്തേത് പാകിസ്ഥാനും 3ാമത്തേത് ഇന്ത്യയുമാണ്. ഇന്ത്യയിൽ ജമ്മു കശ്മീരിൽ 69%, ആസാമിൽ 35%, പശ്ചിമ ബംഗാളിൽ 28%, കേരളത്തിൽ 27%, ഉത്തർപ്രദേശിൽ 20%, ബീഹാറിൽ 17% മുസ്ലിങ്ങൾ അധിവസിക്കുന്നു. കേരളത്തിൽ ഏകദേശം 1 കോടിയോളം, കർണാടകത്തിൽ 90 ലക്ഷത്തോളം, തമിഴ്നാട്ടിൽ 50 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. ആസർബൈജാൻ, കൊസോവ, തുർക്കി, കസാഖിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നിവ മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. പാശ്ചാത്യ ലോകത്ത് ഏറ്റവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമും ഭാഷ അറബിയുമാണ്. അമേരിക്കയിൽ 4.5 മില്യണും, ബ്രിട്ടനിൽ 4 മില്യണും, ഫ്രാൻസിൽ 6 മില്യണും, റഷ്യയിൽ 25 മില്യണും മുസ്ലിങ്ങളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ചൈനയിൽ 30 മില്യൺ മുസ്ലിങ്ങളുണ്ട്. ഫലസ്തീൻ, റോഹിംഗ്യ, ഉയ്ഗൂർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെയും, റോഹിംഗ്യയിൽ മ്യാൻമർ സർക്കാരിൻ്റെയും, ഉയ്ഗൂരിൽ ചൈനയുടെയും ക്രൂരമായ അതിക്രമങ്ങൾക്ക് അവർ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാസം, വർഗീയത എന്നിവ ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ് ഇവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ. ഖുർആൻ പറയുന്നു, ഇർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ സത്യവിശ്വാസികളെയും അറിവുള്ളവരെയും അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം, നുതർജിമു ഇലാ ലുഗത്തിനാ. 1. ഇർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ സത്യവിശ്വാസികളെയും അറിവുള്ളവരെയും അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം, നഖ്താറു സ്വഹീഹ്. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ലോകത്ത്
മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ. ഓപ്ഷൻസ് 30ഓളം, 40ഓളം, 50ഓളം. ചരിത്രം 50ഓളം. 2. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം. ഓപ്ഷൻസ് ഇന്ത്യ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ. ചരിത്രം ഇന്തോനേഷ്യ. 3. അറബി രാഷ്ട്രങ്ങളിൽ പെട്ടതാണ്. ഓപ്ഷൻസ് ഇറാഖ്, തുർക്കി, അമേരിക്ക. ചരിത്രം ഇറാഖ്. 4. മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യം. ഓപ്ഷൻസ് ഫലസ്തീൻ, ലബനാൻ, ജോർദാൻ. ചരിത്രം ഫലസ്തീൻ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ. യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ. 2. കേരളത്തിലെ മുസ്ലിങ്ങൾ. 3. ജമ്മു കശ്മീരിലെ മുസ്ലിങ്ങൾ. 4. ആസാമിലെ മുസ്ലിങ്ങൾ. പുറത്തു നോക്കൂ. എ 69%, ബി 35%, സി 20%, ഡി 27%. ഓരോന്നിനും യോജിച്ച ലെറ്റർ അതിന് നേരെ ചേർക്കണം. 1. ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ. ചരിത്രം സി 20%. 2. കേരളത്തിലെ മുസ്ലിങ്ങൾ. ചരിത്രം ഡി 27%. 3. ജമ്മു കശ്മീരിലെ മുസ്ലിങ്ങൾ. ചരിത്രം എ 69%. 4. ആസാമിലെ മുസ്ലിങ്ങൾ. ചരിത്രം ബി 35%. സി ഡി എ ബി. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ലോകത്തെ അറബ് രാഷ്ട്രങ്ങളിൽ 10 എഴുതുക. ഉത്തരം 1. സൗദി അറേബ്യ, 2. ഒമാൻ, 3. യമൻ, 4. UAE, 5. ഖത്തർ, 6. കുവൈത്ത്, 7. ബഹ്റൈൻ, 8. സിറിയ, 9. ഫലസ്തീൻ, 10. ഇറാഖ്. 2. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. ഉത്തരം അസർബൈജാൻ, കൊസോവ, തുർക്കി, കസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നിവ. 3. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഉത്തരം വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാസം, വർഗീയത തുടങ്ങിയവയാണ്. 4. മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ഉത്തരം ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ്. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ ഒന്നാമത്തത്, ലോക മുസ്ലിങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാന്യ ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോക മുസ്ലിങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂട്ടുകാരെ, നാം വിശ്വസിക്കുന്ന ഇസ്ലാം മതം ലോകത്തെ പ്രബല മതമാണെന്ന സത്യം സന്തോഷത്തോടെ പറയട്ടെ. എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള 50ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഇതിൽ 30ഓളം രാജ്യങ്ങളിൽ 90%-ലധികം മുസ്ലിങ്ങളാണ് എന്നതാണ് സത്യം. 20ഓളം രാജ്യങ്ങളിൽ 50 മുതൽ 80% വരെ മുസ്ലിങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം എന്ന പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത് ഇന്തോനേഷ്യയാണ്. ലോകത്ത് ആകമാനം 22ഓളം അറബി രാഷ്ട്രങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളുമുണ്ട്. അതിൽ ജനസംഖ്യ കൊണ്ട് ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ രാജ്യമായ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 20%-ഓളം മുസ്ലിങ്ങളാണ്. മുസ്ലിം ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. നമ്മുടെ സംസ്ഥാനമായ ഈ ചെറിയ കേരളത്തിൽ 1 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. അമേരിക്കയിൽ 4.5 മില്യണും ഫ്രാൻസിൽ 6 മില്യണും റഷ്യയിൽ 25 മില്യണും മുസ്ലിങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ചൈനയിൽ തന്നെ 30 മില്യണോളം മുസ്ലിങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആലയുടെ മതമായ ഇസ്ലാം ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങളിൽ സത്യവിശ്വാസികളെയും അറിവുള്ളവരെയും അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും എന്ന ഖുർആനിക വാക്യം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.